നമസ്കാരം, കലിക ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം നിലമേലിൽ ഹോട്ടലിൽ നിന്നും സമീപത്തെ തോട്ടിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നു. നിലമേൽ ഗ്രാമപഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകിയിട്ട് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നതിന് സമീപത്തുകൂടി ഒഴുകുന്ന തോട്ടിലേക്കാണ് മലിനജലം ഒഴുക്കുന്നത്. തോട് ഒഴുകി ഇത്തിക്കര ആറ്റിലേക്കാണ് പോകുന്നത്. നിലമേലിലെ അറേബ്യൻ മന്തി എന്ന ഫാസ്റ്റ് ഫുഡ് സ്ഥാപനത്തിനെതിരെയാണ് പരാതി ഉയരുന്നത്. ഈ തോട്ടിന് സമീപത്തുള്ള ചെറിയ കിണറിൽ നിന്ന് എടുക്കുന്ന ജലമാണ് ഹോട്ടലിൽ ഉപയോഗിക്കുന്നത്. ജലജന്യ രോഗങ്ങൾ പകരുവാനുള്ള സാധ്യത കൂടുതലാണ്. സ്റ്റേറ്റ് ഹൈവേയിൽ നമ്മുടെ പുതുശ്ശേരിക്കും നിലമേലിനിടയിലുള്ള രണ്ട് ഹോട്ടലുകളിൽ നിന്ന് വേസ്റ്റുകൾ സാധാരണ അവർ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം പോലും ഇല്ലാതെ അവർ തോട്ടിലേക്ക് ഒഴുകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഹോട്ടലിൻ്റെ ബാക്കിലായിട്ട് ഏകദേശം ഒരു 5 വീടുകൾ തന്നെ ഉണ്ട്. അവിടെ കൊച്ചുകുട്ടികൾ, പ്രായമായവർ, ഒത്തിരി ആൾക്കാർ താമസമുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിനോട് അതായത് ഈ തോടിൽ ഒഴുകുന്ന വെള്ളത്തിന് ആ തോടിനോട് ചേർന്ന് തന്നെ ഒരു കിണർ അവർ സ്ഥാപിച്ചിട്ടുണ്ട് ഹോട്ടലുടമ. അതിൽ നിന്നുള്ള വെള്ളമാണ് അവർ സാധാരണ അവർ ഫിൽറ്റർ ചെയ്ത് ഉപയോഗിക്കാറ്. ഇതുപോലും ഇവിടുത്തെ ഹെൽത്ത് സർവീസോ അല്ലെങ്കിൽ ഇവിടുത്തെ ആരോഗ്യവകുപ്പോ ഇതൊന്നും നോക്കാതെ, അതായത് ഈ ഹോട്ടലിൻ്റെ ഭൂമുഖം വൃത്തിയാക്കിയതിന് ശേഷം അവർ ആ ഭൂമുഖം മാത്രമേ ജനം കാണുന്നുള്ളൂ. പക്ഷെ ബാക്ക് വശം ഇതുവരെയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരോ ഇവിടുത്തെ പഞ്ചായത്തോ ഒന്നും ശ്രദ്ധിക്കാത്തൊരവസ്ഥയാണ്. ഈ അടുത്ത സമയത്തിന് 1-2 ഓൺലൈൻ ചാനൽ വഴി ഈ വാർത്ത വന്നതിന് ശേഷം അവർ ഏതോ ഒരു പണിക്കാരനെ കൊണ്ടും ചെറിയ രീതിയിലുള്ളൊരു വൃത്തിയാക്കൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ. എന്നിട്ട് പോലും വീണ്ടും അവർക്കുള്ള വേസ്റ്റുകൾ വീണ്ടും തോട്ടിലേക്കാണ് ഒഴുകുന്നത്. ഒരു വഴിയോരക്കട, അതിൽ നിന്ന് ഒഴുകുന്ന വെള്ളവും ഇവിടെ ഒരു മന്തിക്കടയുണ്ട്, അവിടെ നിന്നുണ്ടാകുന്ന വേസ്റ്റുകളിലും മൊത്തം ഈ തോട്ട് വഴിയാണ് ഒഴുകുന്നത്. ഇതിന് ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് ഒരു സ്ഥായിയായ ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. അതായത് പോരാഞ്ഞിട്ട് ഈ ഷവായ പോലുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ഫഹം പോലെയുള്ള സാധനങ്ങളെല്ലാം ത്തിൻ്റെയും പുക ശ്വസിച്ച് അത് തന്നെ നമുക്കൊരു വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പഞ്ചായത്തോ ഇവിടുത്തെ ആരോഗ്യവകുപ്പോ ഇതിന് മെയിനായിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.